വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ കേരളത്തിൽ രാഷ്ട്രീയ പോരാട്ടം ചൂടുപിടിക്കുന്നു. വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള ഇടതുകോട്ടകൾ നിലനിർത്താൻ സിറ്റിംഗ് MLA-മാരെ തന്നെ അണിനിരത്തി CPIM തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റലപ്പള്ളിയും ചേലക്കരയിൽ UR പ്രദീപും കുന്നംകുളത്ത് AC മൊയ്തീനും ഷൊർണൂരിൽ P മമ്മിക്കുട്ടിയും വീണ്ടും ജനവിധി തേടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ കേരളത്തിൽ രാഷ്ട്രീയ പോരാട്ടം ചൂടുപിടിക്കുന്നു. വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള ഇടതുകോട്ടകൾ നിലനിർത്താൻ സിറ്റിംഗ് MLA-മാരെ തന്നെ അണിനിരത്തി CPIM തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റലപ്പള്ളിയും ചേലക്കരയിൽ UR പ്രദീപും കുന്നംകുളത്ത് AC മൊയ്തീനും ഷൊർണൂരിൽ P മമ്മിക്കുട്ടിയും വീണ്ടും ജനവിധി തേടും. സംസ്ഥാനത്തെ 86 സീറ്റുകളിലാണ് CPIM ഇത്തവണ മത്സരിക്കുന്നത്. ഇതിൽ 56 സിറ്റിംഗ് MLA-മാർക്ക് വീണ്ടും അവസരം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്തും KK ശൈലജ പേരാവൂരിലും P രാജീവ് കളമശ്ശേരിയിലും ജനവിധി തേടും. കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും സ്ഥാനാർത്ഥികളാകും. തൃശൂർ മണ്ഡലത്തിൽ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കും. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റലപ്പള്ളി തന്നെ വീണ്ടും മത്സര രംഗത്തിറങ്ങിയതോടെ ഇടതു ക്യാമ്പുകളിൽ വലിയ ആവേശമാണ് പ്രകടമാകുന്നത്. കഴിഞ്ഞ തവണ അനിൽ അക്കരയെ 15,168 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി മണ്ഡലം തിരിച്ചുപിടിച്ച LDF ഇത്തവണ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി മികച്ച വിജയം നേടാമെന്ന ആത്മവിശ്വാസത്തിലാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് ഉടൻ തുടക്കമാകും.